ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പം എനിക്കുള്ളത് 160 സബ്സ്ക്രൈബേഴ്സാണ്. ആൻഡ് ഐം കൺസിസ്റ്റൻ്റ്ലി പോസ്റ്റിംഗ് ഒരു 14 ദിവസങ്ങളായിട്ട്. സോ ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നിയായിരുന്നു ഈ 160 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര കുറവല്ലേ എന്ന്. ബട്ട് ഇവിടെയാണ് ഞാൻ പറയുന്നത് കൺസിസ്റ്റൻസി ഡിഫീറ്റ്സ് മോട്ടിവേഷൻ. നമുക്ക് നന്നായിട്ട് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ കൂടി വരുമ്പോൾ നമുക്കൊരു നല്ല മോട്ടിവേഷൻ വരും അല്ലേ. ബട്ട് നേരെ തിരിച്ചുള്ള സിനാരിയോയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒത്തിരി പ്രതീക്ഷിച്ച് നമ്മളിത് പോസ്റ്റ് ചെയ്യുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. സോ എന്ത് ചെയ്യും? യെസ്, ഇവിടെയാണ് മോട്ടിവേഷനേക്കാൾ ഉപരിയായിട്ട് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന വാക്കിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉള്ളത്. ഒത്തിരി മടുപ്പ് വന്നായിരുന്നു ഇടയ്ക്കൊക്കെ. നിങ്ങൾ വരുന്നുണ്ടോ 14 ദിവസമല്ലേ ആയിട്ടുള്ളൂ? യെസ്, ബട്ട് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ എക്സാംസിൻ്റെ ഇടയിലാണ് ഞാനിത് ചെയ്യുന്നത്, അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട്. സോ നമ്മൾ നിർത്തില്ല നമുക്കറിയാം, പക്ഷേ എന്നാലും നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു മടുപ്പ് വരും അല്ലേ. എന്തുകൊണ്ടാണ് ആളുകൾ തുടങ്ങി വെച്ച പല കാര്യങ്ങളും ഇത്ര സ്റ്റാർട്ടിങ്ങിൽ തന്നെ ക്വിറ്റ് ചെയ്യുന്നത്? എസ്പെഷ്യലി അവർ ജനറേഷൻ. വൈ? ബിക്കോസ് നമ്മൾ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസിലോട്ടാണ് പോകുന്നത്, ഇൻക്ലൂഡിങ് മീ. ഞാൻ തുടങ്ങിയ ദിവസം ഞാൻ വിചാരിച്ചു, ഓക്കെ ഈ വീഡിയോയ്ക്ക് 1000K, അടുത്ത വീഡിയോയ്ക്ക് 2000K. ഇപ്പം എനിക്ക് നല്ല എന്താ പറയുന്നത്, റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിങ്ങനെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. പതുക്കെ, വളരെ പതുക്കെ നമുക്കൊരു ഗ്രോത്ത് കിട്ടും. സോ ഫസ്റ്റ് തിങ്, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഒഴിവാക്കുക ആൻഡ് ട്രസ്റ്റ് ദ പ്രോസസ് മോർ ദാൻ ദ റിസൾട്ട്സ്. ഏതൊരു കാര്യമായാലും അങ്ങനെയാണല്ലേ. ആ ഒരു പ്രോസസ്സിനെ ഒന്ന് ട്രസ്റ്റ് ചെയ്ത്, ഒരു ഫസ്റ്റ് ഇയറിൽ ഞാൻ മെഡിക്കൽ കോളേജിൽ ചേർന്നപ്പോൾ തന്നെ എനിക്ക് ഹൗസ് ഏജൻസിക്ക് നേരെ പോകണമെന്ന് പറഞ്ഞാൽ നടക്കാത്തൊരു കാര്യമായിരുന്നു അല്ലേ. ഫസ്റ്റ് ഇയറിൽ കഷ്ടപ്പെട്ട് പഠിച്ച എക്സാം എഴുതി, സെക്കൻഡ് ഇയറിൽ അതിനേക്കാളും കഷ്ടപ്പെട്ട് പഠിച്ച എക്സാം എഴുതി. അങ്ങനെ ഒരു 5.5 വർഷത്തെ കഷ്ടപ്പാടിനൊടുവിലാണല്ലേ ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇന്ന് എനിക്കുള്ളത്. ഈ ഒരു സെയിം കാര്യങ്ങൾ നമ്മുടെ ലൈഫിലത്തെ ഏതൊരു കാര്യത്തിലും നിങ്ങളൊന്ന് പതിയെ അപ്ലൈ ചെയ്ത് നോക്കൂ. ഫസ്റ്റ് 1ാം ക്ലാസ് പഠിച്ചിട്ട് നേരെ നമ്മൾ +2 ഡിഗ്രിയിലോട്ടും പോയതല്ലല്ലോ. നമ്മൾ ഓരോ വഴിയിലും അതിൻ്റെ കഷ്ടപ്പാടറിഞ്ഞ് പതിയെയല്ലേ നമ്മൾ ഓരോരുത്തരും പോയത്. ഇതുപോലെ തന്നെയാണ് ഏതൊരു കാര്യമായാലും. ഇങ്ങനെ ഒരു തോട്ട് നമുക്ക് വരാത്തിടത്തോളം കാലം നമ്മൾ പെട്ടെന്ന് ക്വിറ്റ് ചെയ്യും, മടുക്കും. എനിക്ക് തോന്നുന്നു മടുപ്പ് എന്ന് പറയുന്നതിനേക്കാളും ഉപരിയായിട്ട് ആ ഒരു പ്രോസസ്സിനെ ഒന്ന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ഞാൻ തന്നെ ഒരു ദിവസത്തിൽ 200 പ്രാവശ്യം എൻ്റെ ChatGPTക്ക് അടിച്ചു കൊടുക്കും. എത്ര ദിവസം കൊണ്ട് ഇത്ര വരും, എത്ര ദിവസം കൊണ്ട് ഇത്ര വരും. അത് ഞാൻ നിർത്തി. അതിനുശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരു വിത്ത് ഇന്ന് ഞാൻ നട്ട് നാളെ അതിൽ നിന്ന് ഞാനതിൻ്റെ ഫ്രൂട്ട്സ് കഴിക്കണം എന്ന് പറയുന്നത് അത്രയ്ക്കും എന്താ പറയുന്നത്, എനിക്ക് തോന്നുന്നില്ല ഒരു ലോജിക്കലി കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത്. സോ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ തുടങ്ങിയിട്ട് അത് ക്വിറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ദിസ് ഈസ് ഫോർ യു. പേടിക്കണ്ട, ഒറ്റയ്ക്കൊന്നുമല്ല, ഒത്തിരി പേരുണ്ട് കൂടെ, എന്നെ പോലത്തെ അല്ലാത്ത. നോട്ട് ഇൻ ദ കേസ് ഓഫ് യൂട്യൂബ് ജേണി ഞാൻ പറയുന്നത്, ഏതൊരു കാര്യമായിക്കോട്ടെ. ഒരു ബിസിനസ് നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് നല്ല ഉഷാറായിട്ട് അത് ലോഞ്ച് ചെയ്യുന്നു, 1 ഡേ വെയിറ്റ് ചെയ്യുന്നു, കാര്യമായിട്ടൊരു പ്രോസസ്സ്, ഒരു എന്താ പറയുക പുരോഗമനം കാണുന്നില്ല. 2nd ഡേ കാണുന്നില്ല, 3rd ഡേ കാണുന്നില്ല, 1 വീക്ക് 2 വീക്ക് കാണുന്നില്ല. പ്ലീസ് ഡോണ്ട് സ്റ്റോപ്പ്, വെയിറ്റ്. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യൂ. ജസ്റ്റ് വലിയ വലിയ റിസൾട്ട്സിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് മുൻപ് എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളൊരു കാര്യം തുടങ്ങിയത് എന്തിനാണ് എന്നുള്ളത്. ഞാൻ അങ്ങനെയാണ് പല കാര്യങ്ങളും ചിന്തിക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ടതായിരിക്കുമല്ലോ ഞാനൊരു കാര്യം തുടങ്ങിയിട്ടുണ്ടാവുക. എനിക്ക് അതിലെവിടെയെങ്കിലും എത്തണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഞാനൊരു കാര്യം തുടങ്ങിയിട്ടുണ്ടാവുക. ഇഷ്ടമായിട്ടല്ലേ ചെയ്യുന്നത്, ആരും നിർബന്ധിച്ചിട്ട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളല്ലല്ലോ. എനിക്കിഷ്ടമുള്ളത് കൊണ്ട് ഞാൻ എടുത്ത ഒരു കാര്യം, അതിൽ റിസൾട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ജസ്റ്റ് തിങ്ക്,
കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം, കുറച്ചൊന്ന് പോസ് ചെയ്യാം, ഒന്ന് വളരട്ടെ, ആൾക്കാരൊക്കെ ഒന്ന് അറിയട്ടെ. വെയിറ്റ് ചെയ്യൂ. വൺ ഡേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സക്സസ്സിലേക്ക് എത്താൻ പറ്റും. ദൈവത്തെ ഓർത്ത് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കരുത്. വർക്കാവില്ല, നടക്കില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്നത് സ്റ്റോപ്പ് ചെയ്യുന്നോ അന്ന് നിങ്ങളുടെ ആ ഒരു ജേണി ഒരു പകുതി സക്സസ് ആയെന്ന് ഞാൻ പറയും. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഭംഗിയിൽ തുടങ്ങിയാൽ തന്നെ പകുതി സക്സസ്ഫുള്ളായി. നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. അറ്റ്ലീസ്റ്റ് വി സ്റ്റാർട്ട് ഇറ്റ്. നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. തുടങ്ങാൻ മടിച്ച് നിൽക്കുന്ന ഒരുപാട് പേര് ഇനിയും ഉണ്ട്. അവരെക്കാളും കുറേ മുന്നിലാണ് നമ്മൾ ഓരോരുത്തരും. സോ ക്വിറ്റ് ചെയ്യരുത് ലൈഫിൽ. കൺസിസ്റ്റൻസി ഒരു കാര്യത്തിൽ വിടരുത്. ഞാൻ മുന്നേ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലേ നമ്മുടെ ചാനലിൽ തന്നെ. ആ ഓരോ കാര്യങ്ങളൊക്കെ അത് ഇന്ന് ചെയ്താൽ നാളെ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ജേർണലിങ്ങിൻ്റെ കാര്യമായാലും മാനിഫെസ്റ്റേഷൻ്റെ കാര്യമായാലും ഒക്കെ. ട്രസ്റ്റ് ദ പ്രോസസ്സ്. വൺ ഡേ നമുക്കതിനുള്ള ഗിഫ്റ്റ്, അതിൻ്റെ റിട്ടേൺ ഗിഫ്റ്റ് നമുക്ക് ഓരോരുത്തർക്ക് കിട്ടും. സോ ട്രസ്റ്റ് ദ പ്രോസസ്സ്, ബി കൺസിസ്റ്റൻറ്റ്, ബി ഡെഡിക്കേറ്റഡ്, ബി ഡിസിപ്ലിൻഡ്. വിക്ടറി ഒത്തിരി ദൂരമൊന്നുമില്ല. സോ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു.